ഹലോ. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പുതിയ മെത്തേഡ്സ് അല്ലെ, നമ്മൾ അസസ്മെന്റിന് യൂസ് ചെയ്യുന്ന പുതിയ മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ പ്രോജക്ട് മെത്തേഡും സെമിനാറും കണ്ടു. ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് അസൈൻമെന്റ്സ്. സോ അസൈൻമെന്റ്സ് പറഞ്ഞാൽ എന്താ, നമ്മൾ ഏറ്റവും കൂടുതൽ ഈയിടെയായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്നത് കാണുകയും നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് ലാസ്റ്റ് ഒരു ഫ്യൂ ഇയേഴ്സ് ആയിട്ട് നമ്മൾ വളരെയധികം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യും, കുട്ടികൾക്ക് ആസ് ടീച്ചേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഒരു ഗൈഡൻസ് കൊടുക്കും അല്ലെ. ഗൈഡഡ് ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻ കൊടുക്കും, കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ട് ഉണ്ടാക്കാൻ അങ്ങനെ നമ്മൾ അവർക്ക് എന്ത് ചെയ്യും, അസൈൻ ചെയ്യും. അപ്പം ഇങ്ങനെ അസൈൻ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരികയും അതിന്റെ ബേസിസിൽ അവരെ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് എന്ത്, നമ്മൾ ഈ അസൈൻമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ വളരെ പോപ്പുലർ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് ഇത് മനസ്സിലാക്കാനും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അപ്പം അസൈൻമെന്റിൽ നമ്മൾ എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്താണ്, തന്നെ അതായത് സെൽഫ് ലേണിംഗിനെ പ്രൊമോട്ട് ചെയ്യുക. അതേപോലെ തന്നെ അസൈൻമെന്റ്സ് യൂഷ്വലി റിട്ടൺ ആയിരിക്കും അല്ലെ. അപ്പൊ അവിടെ എന്തും കൂടി പ്രൊമോട്ട് ആവുന്നുണ്ട്, റൈറ്റിംഗ് സ്കിൽസിനെ പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ റിപ്പോർട്ട് പ്രിപ്പറേഷൻ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് അറിയുക. സോ ഇങ്ങനെയുള്ള സ്കിൽസ് എല്ലാം അസൈൻമെന്റിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റും. അപ്പൊ ഈ മെത്തേഡ് ടീച്ചിങ് ആൻഡ് ലേണിംഗിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ആണെന്ന് പറയുന്നത് ടോഗ്ലെസ് ആണ്. Okay, so this is a technique which can be used in the teaching and learning process, and this is one of the later techniques. കാരണം നമ്മൾ ബിഹേവിയറിസ്റ്റ് തിയറിയിൽ പറയുന്നത് വ്യത്യസ്തമായി ഇത് കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയിൽ, അതായത് ഇപ്പോഴത്തെ ഒരു മോഡേൺ ട്രെൻഡ്സ് ഇൻ ലേണിംഗ്, ടീച്ചിങ് ആൻഡ് ലേണിംഗിൽ വരുന്ന ഒരു അസസ്മെന്റ് മെത്തേഡാണ് എന്ത്, അസൈൻമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്, എന്താണ് ഈ അസൈൻമെന്റ് കൊടുക്കുന്നതിന്റെ പർപ്പസ്? ഓക്കെ, സോ ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് വരിക? ഒബ്ജക്റ്റീവ്സ് വരുന്നത് അസൈൻമെന്റ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടുകൂടി അവിടെ എന്ത് വരുന്നുണ്ട്, നമുക്കൊരു പെർട്ടിക്കുലർ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് ലേണർക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഒരു ഡിഫറെന്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ഫ്രം ഡിഫറെന്റ് അപ്രോച്ചസ്. നമ്മളിപ്പം ഒരു കാര്യം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും, അതിന്റെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, മോസ്റ്റ്ലി അസൈൻമെന്റും കൊടുക്കുന്നുണ്ടാവുക. സോ നമ്മൾ പഠിപ്പിച്ച കാര്യം ഇങ്ങനെയും പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് അതിനെ ഒന്നുകൂടെ എന്താ പറയാ നമ്മൾ സെറ്റ് ആക്കാന്ന് പറയില്ലേ, അതായത് ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയാണ് ഈ അസൈൻമെന്റ് മെത്തേഡ് വരുന്നത്. സോ അസൈൻമെന്റ് മെത്തേഡ് ഇൻകൾക്കേറ്റ്സ് ലേണിംഗ് എക്സ്പീരിയൻസസ് ആൻഡ് ഇൻഫർമേഷൻ റിട്രീവൽ ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് സ്കിൽസ്. അപ്പൊ അവിടെ ലേണിംഗ് എക്സ്പീരിയൻസ് വരുന്നുണ്ട്, ഇൻഫർമേഷൻ റിട്രീവൽ വരുന്നുണ്ട്, റൈറ്റിംഗ് സ്കിൽസും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്, അസൈൻമെന്റ് മെത്തേഡ് ക്യാൻ ഇന്റഗ്രേറ്റ് ആൻഡ് കോർഡിനേറ്റ് ഡിഫറെന്റ് ലേണിംഗ് എക്സ്പീരിയൻസസ് ഓഫ് എ ലേണർ ഫ്രം ഡിഫറെന്റ് അപ്രോച്ചസ്. അതായത് ലേണിംഗ് എങ്ങനെയാണ് പല അപ്രോച്ചസിലൂടെ ലേണിംഗിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, ഈ അസൈൻമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ കൂടെ എന്തൊക്കെ ഉണ്ടാവും, പ്രോജക്ട് മെത്തേഡ് കാണും, അതേപോലെ തന്നെ സെമിനാർസ് കാണും, നോർമൽ ടീച്ചിങ് ആൻഡ് ലേണിംഗ് കാണും. സോ ഇതെല്ലാം കൂടി അല്ലെ ഒരേ കാര്യം പല രീതിയിൽ പഠിക്കുകയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഗുഡ് ട്രെയിനിങ് ഫോർ ഇൻഫർമേഷൻ സീക്കിംഗ് ആൻഡ് റിട്രീവൽ ബിഹേവിയർ. അതായത് അസൈൻമെന്റ് നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടികളും തന്നെ എന്ത് ശ്രമിക്കുന്നുണ്ടാവും, ഈ അസൈൻമെന്റ് ചെയ്യാന്, പുതിയ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാന്. അപ്പം ഒരു സെൽഫ് ലേണിംഗ് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇറ്റ് ഇൻകൾക്കേറ്റ്സ് സെൽഫ് ലേണിംഗ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ. പിന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അനാലിസിസ് ആൻഡ് റിസർച്ച് ആറ്റിറ്റ്യൂഡ് ടു ദ ലേണേഴ്സ്. അപ്പൊ നമ്മൾ അസൈൻമെന്റ് ചെയ്യുമ്പോൾ പൊതുവെ നമ്മൾ കുറച്ചുകൂടെ ഹയർ ക്ലാസ്സിലെ അസൈൻമെന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുക, നമുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ചെറിയൊരു ടൈറ്റിൽ അല്ലെങ്കിൽ ചെറിയൊരു ടോപ്പിക് തന്നിട്ടുണ്ടാവും, വിൽ ബി കളക്ടിങ് ഇൻഫർമേഷൻ ഓൺ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്ക് ഉതകുന്നതാണോ, നമുക്ക് ഈ അസൈൻമെന്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പല മെറ്റീരിയൽ, ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പല മെറ്റീരിയൽ നമ്മൾ നോക്കുകയും കാണുകയും വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ വി ആർ ഇൻകൾക്കേറ്റിംഗ് വാട്ട് എ റിസർച്ച് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ അസൈൻമെന്റ് മെത്തേഡ് വരുമ്പോൾ എന്താണ്, നമുക്ക് ഇൻഫർമേഷൻ കളക്ഷന് വേണ്ടി വരുന്നുണ്ട്, കളക്ട് ചെയ്ത ഇൻഫർമേഷൻ അനലൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് അത് പ്രോപ്പർ ആയിട്ട് പ്രസന്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ദെൻ ഒരു റിസർച്ച് ആറ്റിറ്റ്യൂഡ്, ഈ ഇൻഫർമേഷൻ നമ്മൾ എന്താ പറയാ സീക്കിംഗ് ഓഫ് ദ ഇൻഫർമേഷൻ ഇല്ലേ, ആ ഒരു റിസർച്ച് ആറ്റിറ്റ്യൂഡ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണ് അസൈൻമെന്റ് മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പിന്നെ എന്താണ്, ഇറ്റ് ഡെവലപ്സ് ദ ലേണിംഗ് എക്സ്പീരിയൻസസ് ഫ്രം വേരിയസ് സോഴ്സസ് അല്ലെ. നമ്മൾ അസൈൻമെന്റ് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു പെർട്ടിക്കുലർ സോഴ്സ് മാത്രമായിരിക്കില്ല നമ്മളിപ്പം അസൈൻമെന്റ് ആയിട്ട് ഡിപെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഹിസ്റ്ററിയിലൊക്കെ പറയുകയാണെങ്കിൽ ടോപ്പിക് റിവോൾട്ട് ഓഫ് 1857, അതൊരു വലിയ ടോപ്പിക് അല്ലേ, ഇൻഡിപെൻഡൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പൊ ആ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു അസൈൻമെന്റ് കിട്ടുമ്പോൾ കുട്ടി ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എന്ത് ചെയ്യും, പല സോഴ്സസിൽ നിന്നും അബൌട്ട് റിവോൾട്ട് ഓഫ് 87 കുറിച്ചുള്ള
പല കാര്യങ്ങളും പല ഇൻഫർമേഷനും ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ തന്നെ ഈ ഗ്യാദർ ചെയ്ത ഇൻഫർമേഷൻസ് എന്തുമാത്രം ആ കുട്ടിക്ക് തന്റെ അസൈൻമെന്റിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആ കുട്ടി തന്നെയായിരിക്കും ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഈ പല മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, പിന്നെ അതിനെ അങ്ങനെ എന്താ പറയുക തന്നെ പഠിച്ചു നോക്കുക എന്നൊക്കെ വരുമ്പോൾ എന്താണ് അവിടെ ഒരു റിസർച്ച് ആറ്റിറ്റ്യൂഡും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. സോ അസൈൻമെന്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ് ഒരു സെൽഫ് റിലയൻസ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ കുട്ടിയിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുകയും ഈ റീഡിങ് റൈറ്റിംഗിന്റെ ഒക്കെ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുക. അപ്പം ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അസൈൻമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, ഇപ്പൊ കുറച്ച് കുട്ടികൾ പഠിക്കാൻ ഇച്ചിരി വീക്ക് ആയിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ ഈ അസൈൻമെന്റ് മെത്തേഡ് കൂടെ വരുമ്പോൾ എന്താവും ആ ഒരു ടോപ്പിക്ക് രണ്ടാമതൊന്ന് വായിച്ച് എഴുതിയൊക്കെ തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ പറയുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കാനും ശ്രമിക്കും. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദ അസൈൻമെന്റ് മെത്തേഡ്. ഇനി വാട്ട് കൈൻഡ്സ് ഓഫ് അസൈൻമെന്റ്സ് ആർ ദേർ? ഏതൊക്കെ തരത്തിലുള്ള അസൈൻമെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? പേജ് ഓർ പാരഗ്രാഫ് അസൈൻമെന്റ്. പേജ് ഓർ പാരഗ്രാഫ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? This assignment deals with the frequently used topics or units in the textbook. So usually assignment confines with a page or few paragraphs only. It is a method of instant answering or reporting in learning activities. അതായത് എന്താണ്, ഒരു പേജ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ്, ഒരു ഫ്യൂ പാരഗ്രാഫ് ആയിട്ട് കൺഫൈൻഡ് ആയിട്ടുള്ള അസൈൻമെന്റ് ആണ് നമ്മൾ പറയുന്നത് പേജ് ഓർ പാരഗ്രാഫ്, പേജ് ബൈ പേജ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. പേജ് ഓർ പാരഗ്രാഫ് അസൈൻമെന്റ് അല്ലെങ്കിൽ പേജ് ബൈ പേജ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? ഇതൊരു ടെക്സ്റ്റ് ബുക്ക് അസൈൻമെന്റ് ആയിരിക്കും അല്ലെ. അപ്പം ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് പേജസ് നിന്ന് കവർ ചെയ്യുന്ന ഒരു അസൈൻമെന്റ് ആയിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ പേജ് അസൈൻമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ചാപ്റ്റർ അസൈൻമെന്റ് അടുത്ത ടൈപ്പ് നോക്കിക്കേ. ചാപ്റ്റർ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് വേറൊരു ടൈപ്പ് ആണ്. ഇതിൽ എന്താ പറയുന്നത്? ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടെ എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തരമാണ്. എസ്പെഷ്യലി നമ്മൾ സെക്കൻഡറി സ്കൂൾ അല്ലെങ്കിൽ ഹൈസ്കൂൾ കോളേജ് ലെവലൊക്കെ വരുമ്പോൾ. അപ്പം അവിടെ അസൈൻ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? ദിസ് ആർ സംവാട്ട് ബ്രോഡർ ആൻഡ് its scope confines with a chapter in the textbook or a specific topic. അപ്പൊ നമ്മൾ പേജിൽ നിന്നും ഇപ്പൊ എങ്ങോട്ടേക്ക് വന്നു? ചാപ്റ്ററിലേക്ക് വന്നു. അപ്പം generally this assignment based on the contents of the chapter of a lesson, hence it is called the chapter assignment. അപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പാരഗ്രാഫ് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് വന്നു? ഒരു ചാപ്റ്റർ ആയിട്ട് കുറച്ചുകൂടി വലിയ കുട്ടികൾക്ക് അസൈൻമെന്റ് അസൈൻ ചെയ്യുന്ന പോലെ വന്നു. ഇനിയാണ് ടോപ്പിക്കൽ അസൈൻമെന്റ് വരുന്നത്. ഇപ്പൊ ടോപ്പിക്കൽ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? They are based on a chapter or more or a chapter or more or a topic interrelated with the textbook units. അതായത് ഇതിപ്പം ആദ്യം നമ്മൾ ഒരു പേജിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ഒരു ചാപ്റ്ററിന്റെ കാര്യം പറഞ്ഞു, പിന്നെ വരുന്ന എന്താണ്? ഇന്റർ റിലേറ്റഡ് ചാപ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ യൂണിറ്റ്സിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു അസൈൻമെന്റിനെയാണ് നമ്മൾ ടോപ്പിക്കൽ അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ടോപ്പിക്കൽ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എന്തായി? wider area. പിന്നെ എന്താണ്? there may be ample opportunities. The topical assignments may cross the boundaries of the textbook and its chapter. അപ്പൊ എന്താണ്? ഇത് വേണമെങ്കിൽ മോർ ദാൻ ടെക്സ്റ്റ് ബുക്കും ആവാം. അതായത് ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് ലിമിറ്റഡ് അല്ല. നമ്മളിപ്പോ ഒരു ടോപ്പിക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വൈഡർ സ്കോപ്പ് ഉള്ള ഒരു ടോപ്പിക് ആയിരിക്കും ടോപ്പിക്കൽ അസൈൻമെന്റിൽ അസൈൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആണ് പ്രോബ്ലം അസൈൻമെന്റ് പറഞ്ഞു വരുന്നത്. വാട്ട് ഇസ് പ്രോബ്ലം അസൈൻമെന്റ്? ഇൻ ഓർഡർ ടു സോൾവ് പ്രോബ്ലം ടു സയന്റിഫിക് മെത്തേഡ്, ദിസ് ടൈപ്പ് ഓഫ് അസൈൻമെന്റ്സ് were given to the students. The problem solving is its primary objective. അപ്പൊ പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ പ്രോബ്ലം അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു അസൈൻമെന്റ് ആണ്. ഓക്കെ, അപ്പൊ സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം. Okay, so that is it. പിന്നെ എന്താണ്? The students are trained to learn the problem solving process through this assignment method. This type of assignment is considered as എക്സ്ക്ലൂസീവ് വൺ. അപ്പൊ എന്താണ്? സ്റ്റുഡൻസ് എന്തിനാ ഇവിടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാപ്റ്റർ ടോപ്പിക് എല്ലാം അറിഞ്ഞതിന് ശേഷം നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ഒരു പ്രോബ്ലം കൊടുക്കുമ്പോഴും എങ്ങനെ സോൾവ് ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് സ്റ്റുഡൻസിന് ഈ ഒരു പ്രോബ്ലം സോൾവിംഗ് അസൈൻമെന്റിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പീരിയൻസ് അസൈൻമെന്റ്. എക്സ്പീരിയൻസ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ട്രഡീഷണൽ അസൈൻമെന്റ് മെത്തേഡ് ആണ്. ദിസ് ടൈപ്പ് ഓഫ് അസൈൻമെന്റ് ഇസ് യൂഷ്വലി യൂസ്ഡ് ഇൻ മാത്തമാറ്റിക്കൽ ലെസൺസ്. മാത്തമാറ്റിക്കൽ ലെസൺസിൽ എങ്ങനെയായിരിക്കും അസൈൻമെന്റ് തരുന്നുണ്ടാവുക? എങ്ങനെ തരുന്നുണ്ടാവും? നമുക്ക് കൂടുതൽ ചെയ്ത് പഠിക്കാനുള്ള അസൈൻമെന്റ്സ് തരുന്നുണ്ടാവും. സോ എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അസൈൻമെന്റ് ആണ് എക്സ്പീരിയൻസ് അസൈൻമെന്റ്. ആൻഡ് മാത്സ് മാത്രമല്ല, പ്രോബ്ലം സോൾവിംഗ് ഉള്ള അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് കാര്യങ്ങളൊക്കെ ഉള്ള ഏതൊരു സബ്ജക്റ്റിലും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടാവും? എക്സ്പീരിയൻസ് അസൈൻമെന്റ്സും അസൈൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനിയുണ്ട്. പക്ഷെ ഈ ഒരു പേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 5 ടൈപ്സ് ഓഫ് അസൈൻമെന്റ് ആണ്. സ്റ്റാർട്ടിംഗ് ഫ്രം പേജിൽ നമ്മൾ ചാപ്റ്റർ പോയി, ചാപ്റ്ററിൽ നമ്മൾ ടോപ്പിക്കൽ അസൈൻമെന്റിലേക്ക് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് എക്സ്പീരിയൻസ് അസൈൻമെന്റ് ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ്
നെക്സ്റ്റ് ഏതാണ് ടൈപ്പ്? ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് റിപ്പോർട്ട് അസൈൻമെന്റ്. ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് റിപ്പോർട്ട് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് അസൈൻമെന്റ് ഹാസ് been given to bring out the actual capabilities of a student or a group of students. It helps to promote the cooperative learning and information seeking behavior among the students. അപ്പം ഈ ഗ്രൂപ്പ് അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ അവിടെ വരുന്നത്? പ്രോബ്ലം സോൾവിംഗ് വേണം അല്ലെ, നമുക്ക് അസൈൻമെന്റ് ചെയ്യണം. ഇപ്പൊ സെൽഫ് ലേണിംഗ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ ഇഫ് ഇറ്റ് ഇസ് എ ഗ്രൂപ്പ്, അവിടെ എന്തുണ്ട്? ഒരു കോപ്പറേറ്റീവ് ലേണിംഗിന്റെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ ഗ്രൂപ്പ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഷുഡ് വർക്ക് ടുഗെദർ. അപ്പൊ അവര് കൊളാബറേറ്റ് ചെയ്ത് എങ്ങനെയാണ് അസൈൻമെന്റ് സോൾവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടത്, കിട്ടിയ ഇൻഫർമേഷൻ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഒരു ഹെൽത്തി വേയില് ഒരു ഇൻഡിവിജ്വലിനെ ലേൺ ചെയ്യാൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അസൈൻമെന്റ് ആണ് എന്ത് നമ്മൾ ഈ പറയുന്ന ഗ്രൂപ്പ് അസൈൻമെന്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് യൂണിറ്റ് അസൈൻമെന്റ്. അപ്പൊ യൂണിറ്റ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെർട്ടിക്കുലർ യൂണിറ്റിനെ മാത്രം കൺഫൈൻ ചെയ്യുന്നത്. അപ്പൊ പേജ് കഴിഞ്ഞ് നമ്മൾ പറയുമ്പോൾ പേജ് കഴിഞ്ഞ് പറഞ്ഞത് ചാപ്റ്റർ അസൈൻമെന്റ്. അപ്പൊ അതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് എന്തിടാം? യൂണിറ്റ് അസൈൻമെന്റ്. ചാപ്റ്റർ അസൈൻമെന്റ് കഴിഞ്ഞ് യൂണിറ്റ് അസൈൻമെന്റ് കൊടുക്കാം. ഓരോ യൂണിറ്റിലും ഒരു അസൈൻമെന്റ് എന്നുള്ള രീതിയിൽ യൂണിറ്റ് അസൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യാം. സോ ദാറ്റ് ഇസ് യൂണിറ്റ് അസൈൻമെന്റ്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? എക്സ്പെരിമെന്റ് അസൈൻമെന്റ്. നമ്മൾ നേരത്തെ എക്സ്പീരിയൻസ് അസൈൻമെന്റ് കണ്ടു. സോ ദിസ് ഇസ് എക്സ്പെരിമെന്റ് അസൈൻമെന്റ്. എന്താ അതിലുള്ളത്? ദിസ് അസൈൻമെന്റ് ഹാസ് ബെസ്റ്റ് ഫീച്ചേഴ്സ് ഫ്രം ദ പ്രോബ്ലം അസൈൻമെന്റ്സ് ആൻഡ് പ്രോജക്ട് മെത്തേഡ്. അപ്പം എക്സ്പെരിമെന്റ് പ്രോബ്ലം അസൈൻമെന്റും നമ്മൾ കണ്ടായിരുന്നു അല്ലെ, പ്രോജക്ട് മെത്തേഡ്. ഇപ്പൊ പ്രോബ്ലം അസൈൻമെന്റും അതേപോലെ തന്നെ പ്രോജക്ട് മെത്തേഡും ഇതിന്റെ രണ്ടിന്റെയും ഒക്കെ ബെസ്റ്റ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? എക്സ്പെരിമെന്റ് അസൈൻമെന്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ലബോറട്ടറിയിലൊക്കെ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് ഇല്ലേ, അതിന്റെയൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ എക്സ്പെരിമെന്റ് അസൈൻമെന്റിൽ വരും. ബട്ട് ദിസ് അസൈൻമെന്റ് കുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് എ റെപ്രസെന്റേറ്റീവ് ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്. അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്യാന്നുള്ളത് നമുക്ക് എന്താണ്? ഒരു കുട്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കാം, പക്ഷെ അതൊരു ടെസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ this can be used for what? Learning process. നമ്മൾ ടീച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാനോ പഠിക്കാനോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എക്സ്പെരിമെന്റ് അസൈൻമെന്റ് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്ത വരുന്നതാണ് എന്ത്? പ്രാക്ടീസ് അസൈൻമെന്റ്. പ്രാക്ടീസ് അസൈൻമെന്റ് എന്താണ്? This type of assignment is usually given to mathematics. Okay, ഇതെന്ന് പറയുന്നത് same as what? Experience assignment ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. അപ്പം അവിടെ നമ്മൾ മാത്സിനാണ് പറഞ്ഞത് എന്താ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് മെമ്മറൈസ് ചെയ്യേണ്ട പ്രോയംസ്, അതേപോലെ ടേബിൾസ്, തിയറംസ്, അപ്പൊ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മെമ്മറൈസേഷൻ ഒക്കെ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാക്ടീസ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു 9 ടൈപ്സ് ഓഫ് അസൈൻമെന്റ്സ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് അസൈൻമെന്റ്സ്. ഇനി അസൈൻമെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും അവിടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. സോ ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യം, അതായത് നെക്സ്റ്റ് ഒരു പോയിന്റ് വരുന്നത് അസൈൻമെന്റ് മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. സോ എന്താണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ, അഡ്വാൻറ്റേജസിൽ നമുക്ക് പറയാവുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് സ്റ്റുഡൻസിൽ എന്ത് വരുന്നുണ്ട്? റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട് അല്ലെ. ടീച്ചേഴ്സ് ഒരു വർക്ക് അസൈൻ ചെയ്തിട്ട് അത് സ്റ്റുഡൻസ് ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അത് തന്നെ ചെയ്യണം. സോ ഇറ്റ് ക്രിയേറ്റ്സ് എ സെൽഫ് റെസ്പോൺസിബിലിറ്റി ഇൻ സ്റ്റുഡൻസ്. അതേപോലെ തന്നെ ചെയ്യുന്നതാണ് എന്ത്? സെൽഫ് റെസ്പോൺസിബിലിറ്റി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡൻസ് വരികയാണ്. അതേപോലെ തന്നെ അവർ സെൽഫ് സ്റ്റഡിക്ക് എൻകറേജ്ഡ് ആണ് അല്ലെ. അവർ തന്നെ പഠിക്കാന്, അതിനാണ് അസൈൻമെന്റ് എന്നുള്ളത്. അവർക്ക് അവരുടെ രീതിയിൽ എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ ഫ്രീഡം കൂടെ നമ്മൾ ഈ അസൈൻമെന്റ് മെത്തേഡിലൂടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ആഡഡ് ആയിട്ട് പറയുന്നതാണ്, ഇപ്പൊ സ്റ്റുഡൻസ് നന്നായിട്ട് അസൈൻമെന്റ് ചെയ്യണം എന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ പിന്നെയും ടീച്ചേഴ്സിനോട് എന്ത് ചോദിക്കുന്നുണ്ടാവും? എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ, എന്തൊക്കെ ചെയ്യാം, ഇത് ശരിയാണോ തെറ്റാണോ, ഈ മെറ്റീരിയൽ എടുക്കാമോ. അപ്പം ഇറ്റ് ബിൽഡ്സ് എ ഗുഡ് റിലേഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആസ് അഡ്വാൻറ്റേജസ് ഓഫ് അസൈൻമെന്റ് മെത്തേഡ്സ് ആയിട്ട് തന്നെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. എന്നാൽ ഇതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താ ലിമിറ്റേഷൻസ്? ചെറിയ കുട്ടികൾക്കൊക്കെ അസൈൻമെന്റ് കൊടുത്താൽ അവർക്ക് അറിയുന്നുണ്ടാവില്ല എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ അസൈൻമെന്റ് മെത്തേഡ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഹയർ ക്ലാസ്സസിലേക്കാണ്. പിന്നെ വരുന്ന എന്താണ്? ചീറ്റ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് അവിടെ. ചീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം? ഈ അസൈൻമെന്റ് പലരുടേത് എടുത്തോണ്ട് വന്ന് നമുക്ക് കോപ്പി അടിച്ച് വെക്കാം. അപ്പൊ അതിനൊരു ഇതില്ല അല്ലെ, അതിനൊരു വാലിഡിറ്റി വരുന്നില്ല. പിന്നെ വരുന്ന എന്താണ്? ടീച്ചേഴ്സിന് ടാസ്ക് കൂടുതലായിട്ട് വരും. ഓരോരുത്തരുടെയും ടെസ്റ്റ് ചെയ്യണം, കാര്യങ്ങൾ നോക്കണം, അത് ശരിയാണോ ശരിയല്ലേ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ ടീച്ചേഴ്സിന് അതെന്താണ്? ഒരു ആഡഡ് ഇതാണ്, ജോബാണ്. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് അസൈൻമെന്റ് മെത്തേഡ്.